ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ചൂടിന് നമുക്ക് ഏറ്റവും ശരീരം തണുപ്പിക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് തണ്ണിമത്തൻ. അപ്പോൾ വത്തയ്ക്ക കൊണ്ട് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു മിൽക്ക് ഷേക്കാണ് കേട്ടോ നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ വത്തയ്ക്ക മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ അത്യാവശ്യം വലിയ പീസിൽ 2 പീസ് അളവിൽ വത്തയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ കുരുവൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഒരു പീസിൻ്റെ ആ ഒരു കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഒരു പീസ് അളവിൽ വത്തയ്ക്ക എടുത്തിട്ട് അതിൻ്റെ കുരുവെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടിയാണ്. വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കാവുന്നതാണ്. ഒരു 10-12 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ പിന്നീട് കമൻറ്റായിട്ട് കൊടുത്തിരിക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുള്ളൂ. കൂടുതൽ അളവിൽ നമ്മൾ ചേർക്കരുത്. കൂടുതൽ അളവിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആ ഒരു ടേസ്റ്റിങ് ഫ്ലേവറും ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കും. അതിൻ്റെ ആവശ്യം നമുക്കില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി വേണ്ടത് ഇതുപോലെ ഒരു ഏലക്കയുടെ കുരു മാത്രം എടുത്തിട്ടുണ്ട്. ഒരേ ഒരു ഏലക്കയുടെ കുരു എടുക്കാൻ പാടുള്ളൂ, കൂടുതൽ എടുക്കണ്ട. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. വത്തക്കയുടെ ആ ഒരു രുചിക്കനുസരിച്ചിട്ട് മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. കൂടെ ഇതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് പാലും കൂടിയാണ്. നല്ലതുപോലെ തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത പാലാണ് കേട്ടോ. 750 ml ആണ് ഇതിലേക്ക് പാൽ ചേർക്കുന്നത്. ആദ്യം കുറച്ച് പാലൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അടുത്ത ആ ഒരു പീസ് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ച് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. വത്തക്കയുടെ ആ ഒരു കുരുവോട് കൂടി തന്നെയാണ് ഞാൻ അരിഞ്ഞ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു തവി കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്പാച്ചില കൊണ്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഞാനിതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമുക്ക് ഇതൊന്ന് ഉടഞ്ഞ് കിട്ടാനായിട്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ജ്യൂസ് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആ ബാക്കി മാറ്റി വെച്ചിരുന്ന ആ പാലും കൂടി ചേർക്കുകയാണ്. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ രുചികരമായിട്ടുള്ളൊരു വത്തക്ക ജ്യൂസാണ്. അതായത് നമ്മുടെ ആ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും അതുപോലെ തന്നെ ഏലക്കയുടെ ഫ്ലേവറൊക്കെ ആയിട്ടൊരു പ്രത്യേക രുചിയിലാണ് നമുക്കിത് കിട്ടുന്നത്. ഉറപ്പായിട്ടും വത്തക്ക വെള്ളം ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെന്നെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം കേട്ടോ. അപ്പോൾ ഈ ചൂട് സമയത്ത് വത്തക്കയുടെ സീസണാണ്, അത് ധാരാളം ലഭിക്കുന്നുണ്ട്. അപ്പോൾ വത്തക്ക വാങ്ങുമ്പോൾ ഇതുപോലെ ജ്യൂസൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിയേക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരെയ്ക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.